നല്ല നെയ്ച്ചോറ് ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളേ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വായോ. വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കുറച്ച് സവാള, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ജാതിപത്രി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ. ഈ വറുത്തെടുക്കുന്ന അരിയുടെ വെള്ളമെല്ലാം പറ്റി ഒരു കിരികിരി എന്നൊരു സൗണ്ട് കേൾക്കാം നമുക്ക് ഇളക്കുമ്പോൾ. ഇതുപോലെ. അപ്പൊ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അതും തിളപ്പിച്ച വെള്ളമാണ്. അപ്പം അരി പാകമായി കഴിയുമ്പം ആ വെള്ളം അങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് തിള വന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഇളക്കി മൂടി വെക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിരുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി നോക്കാവേ. അപ്പോഴേക്കും ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാവേ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവോള, പിന്നെ കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസ് ഇവയെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫൈനലി സെറ്റായ നമ്മുടെ നെയ്ച്ചോറിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാവേ. ഇതപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂണ് നെയ്യും കൂടെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു 5-10 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുഴുവനായിട്ട് ഇളക്കി എടുത്തിട്ട് കഴിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള നല്ല കറികളുടെ കൂടെ.